രാജ്യത്തെ നടുക്കി കശ്മീരിൽ വൻ ഭീകരാക്രമണം. പുൽവാമ ജില്ലയിലെ അവന്തിപുരയിൽ ഭീകരാക്രമണത്തിൽ 12 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടു. CRPF വാഹനം കടന്നുപോകുന്ന വഴിയിൽ ഭീകരർ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 20 പേർക്ക് പരിക്കുണ്ട്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ ശേഷമുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്? രാജ്യത്തെ നടുക്കിയ അപകടം തന്നെയാണ്. ഉത്തരവാദിത്തം ആരാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്? അമീന, ഉച്ചയ്ക്ക് 2:30 ഭീകരാക്രമണം ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ അവന്തിപ്പോരയിലാണ് ആക്രമണം ഉണ്ടായത്. CRPF ജവാന്മാർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ആണ് ആക്രമണം ഉണ്ടായത്. ബോംബ് ആക്രമണമാണ് ഉണ്ടായത്. പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ബോംബ് സ്ഥാപിച്ചുകൊണ്ട് ടൈമർ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന തരത്തിലും ഇപ്പോൾ നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം സൈനിക വക്താക്കൾ ഇതുവരെയും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ടൈം ബോംബ് ആണ് ഉപയോഗിച്ചത് എന്നും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ബോംബുകളാണ് എന്ന തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കശ്മീരിൽ ഈ സ്ഫോടനം നടന്നതിന് ശേഷം സൈനിക വാഹനവ്യൂഹത്തിനു നേരെ ഭീകരർ നിറയൊഴിച്ചതും തുടർച്ചയായ നിറയൊഴിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രിതമായ ഒരു സ്ഫോടനം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് 12 CRPF ജവാന്മാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് അറിയുന്നത്. ശക്തമായ സ്ഫോടനമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തുടരുന്നത്. ഇവരെ അടുത്തുള്ള സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തികച്ചും പ്രതികൂലമായ കാലാവസ്ഥയാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു. മഞ്ഞുവീഴ്ച കൂടുതലുള്ള സമയം ആണ് താനും. അതുകൊണ്ട് തന്നെ ഭീകരർക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിനും അതിർത്തി കടന്നു വരുന്നതിനുമുള്ള പഴുതുകൾ അടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പലതവണയായി ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ ഊർജിതമാക്കുകയും ഭീകരർക്ക് നേരെയുള്ള പ്രത്യാക്രമണങ്ങൾ നടക്കുകയും ചെയ്തതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ രാജ്യത്ത് ഞെട്ടിച്ചുകൊണ്ടുള്ള ഭീകരാക്രമണം നടക്കുന്നത്. 12 സൈനികരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. സ്ഫോടനത്തിൽ ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രാജ്യത്തിന് ഭീകരാവസ്ഥയ്ക്ക് എതിരായ പോരാട്ടങ്ങൾ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. രാജ്യത്തെ നടുക്കുന്ന സ്ഫോടനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ 2016 നടന്ന ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഇത്രയധികം ഭീകരാക്രമണത്തിന് ശേഷം ഇത്രയും ശക്തമായൊരു ഭീകരാക്രമണം ഇപ്പോഴാണ് നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും ഉയർന്നേക്കുമെന്ന സൂചനയും ഉണ്ടായിരുന്നു. ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമുണ്ടായിരുന്നു. സർജിക്കൽ സ്ട്രൈക്ക് അടക്കം നടത്തിക്കൊണ്ട് ഭീകരരെ തുരത്തുന്നതിനുള്ള അടിയന്തരമായ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ചതുമാണ്. അതിനിടയിലാണ് അതിനുശേഷം പിന്നീട് ഭീകരാക്രമണങ്ങളുടെ എണ്ണം കുറയുകയും അതിർത്തിയിൽ കൂടുതൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. 2018 പുതുവത്സരത്തിലേക്ക് 2019 കടക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തതാണ്. എന്നാൽ ഇത്രയധികം ഉദ്യോഗസ്ഥർ അടുത്ത കാലത്ത് കൊല്ലപ്പെടുന്നത് ആദ്യമായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഇത്രയും അധികം സൈനികർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പുതുവർഷത്തിന് ശേഷം 2019 ഇത്രയും വലിയ ഒരു ആക്രമണം നടന്നിട്ടില്ല. എന്തായാലും രാജ്യത്തെ ഞെട്ടിക്കുന്ന ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ കൃത്യമായൊരു മറുപടി ഇപ്പോഴും സൈനിക വക്താക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. കാരണം ആക്രമണം നടന്ന മണിക്കൂറുകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തുടരുകയും പരിക്കേറ്റ സൈനികരെ ഏറ്റവും നല്ല ചികിത്സ നൽകുന്നതിന് വേണ്ടി ആർമി ഹോസ്പിറ്റലിലേക്ക് അടക്കം മാറ്റുകയും ചെയ്തിട്ടാണുള്ളത്. കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമായിരിക്കും സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വരികയുള്ളൂ, നിലപാട് വ്യക്തമാക്കിയുള്ളൂ. മരണസംഖ്യ ഉയരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. 16 സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ സ്ഥിരീകരിക്കുന്ന ഒരു കണക്കിപ്പോഴും നമുക്ക് പുറത്തു പറയാൻ സാധിക്കുകയില്ല. വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ
നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വാർത്ത പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കശ്മീർ മേഖലയായതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ കൃത്യമായി എത്തുന്നതിന് പോലും താമസമുണ്ടാകുന്ന മാധ്യമപ്രവർത്തകർക്കടക്കം വലിയ നിയന്ത്രണങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ മാധ്യമപ്രവർത്തകർക്കും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പോലും വലിയ നിയന്ത്രണമുള്ള പ്രദേശമാണ്. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന കണക്കുകളല്ല പുറത്തു വരുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള സാധ്യത തന്നെയാണ് കണക്കിലാക്കേണ്ടത്. കാരണം പരിക്കേറ്റ പല സൈനിക ഉദ്യോഗസ്ഥരുടെയും നില ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരും എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അമീന. ശരി അഭിലാഷ്, ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അബ്ദുൾ റഷീദ് കൂടി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പരിക്കേറ്റ 10-ലേറെ ജവാന്മാരുടെ നില ഗുരുതരമാണെന്നും അറിയാൻ കഴിയുന്നു. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത എത്രത്തോളമാണ്? മറ്റൊരു കാര്യം, വീണ്ടും തുടർ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സൈന്യം എത്രത്തോളം മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അമീന, 2016 സെപ്റ്റംബർ 16 ആയിരുന്നു ഉറി ഭീകരാക്രമണം. നമുക്കറിയാവുന്നതുപോലെ 19 ഇന്ത്യൻ സൈനികരാണ് രക്തസാക്ഷികളായത്. 2 പതിറ്റാണ്ടിനിടെ കാശ്മീരിന്റെ മണ്ണിലുണ്ടായ ഏറ്റവും ശക്തമായ ഭീകരാക്രമണമായിരുന്നു ഉറിയിൽ നടന്നത്. അത് ഏതൊക്കെ തരത്തിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ സൈനിക കേന്ദ്രം, നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ഇന്ത്യയുടെ സൈനിക കേന്ദ്രം 4 ഭീകരർ ആക്രമിക്കുകയായിരുന്നു ഉറിയിൽ സംഭവിച്ചത്. 3 മിനിറ്റിനുള്ളിൽ അവർ 17 ഗ്രനേഡുകൾ സൈനിക കേന്ദ്രത്തിന് നേരെ എറിഞ്ഞു എന്നായിരുന്നു അന്നത്തെ വാർത്തകൾ. 19 ധീര ജവാന്മാർ അന്ന് ജീവൻ നഷ്ടമായി. ആ സംഭവം വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. പാകിസ്ഥാനുമായി അവശേഷിച്ചിരുന്ന നയതന്ത്ര ബന്ധങ്ങൾ കൂടി ഉപേക്ഷിച്ചു. പിന്നീട് 16-ലെ ആ ഭീകരാക്രമണത്തിന് ശേഷം 2 പതിറ്റാണ്ടിനിടയിൽ കാശ്മീരിന്റെ മണ്ണിൽ നടന്ന ഏറ്റവും ശക്തമായ ആ ഭീകരാക്രമണത്തിന് ശേഷം ഇതുവരെയും പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങൾ പഴയ നിലയിലായിട്ടില്ല. പാകിസ്ഥാനിൽ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അധികാരമേറ്റ പുതിയ ഭരണകൂടം ഇന്ത്യയുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ട് പോലും ഭീകരാക്രമണം മുഴുവനായി അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ആവില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ 2016-ലെ ഉറി ഭീകരാക്രമണം, അതിനുശേഷം ഇന്ത്യ നടത്തിയ മിന്നലാക്രമണം, അതിർത്തി കടന്ന് ഇന്ത്യ നടത്തിയ മിന്നലാക്രമണം, ഇതിനു ശേഷം ഏറെക്കുറെ ശാന്തമായ അവസ്ഥയിലായിരുന്നു അതിർത്തിയും കശ്മീരും നിലനിന്നിരുന്നത്. ചില പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു, ചില വിഘടനവാദി നേതാക്കളുടെ പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ സായുധ സേനയ്ക്ക് നേരെയുള്ള ഭീകരാക്രമണങ്ങൾ താരതമ്യേന കശ്മീരിൽ കുറവായിരുന്നു. 2016 മുതൽ നിലനിന്ന ആ സാഹചര്യത്തിന് വലിയ മാറ്റം ഇന്നോടെ ഉണ്ടായിരിക്കുന്നു. 2016-ലെ ഉറി ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണത്തിനാണ് ഇന്ന് പുൽവാമ ജില്ലയിലെ അനന്തപുര സാക്ഷിയായത്. സൈനിക CRPF വാഹനം കടന്നുപോയ റോഡരികിൽ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടി 13 CRPF ജവാന്മാർ, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ 13 CRPF ജവാന്മാർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. 10 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ജീവനു വേണ്ടി പൊരുതിക്കൊണ്ട് ആശുപത്രിയിലായിരിക്കുന്നു. ഇന്നലെ പുൽവാമ ജില്ലയിൽ നടന്ന മറ്റൊരു ഭീകരാക്രമണം കൂടി, നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു ക്ലാസ് മുറിയിൽ ഭീകരാക്രമണം ഉണ്ടായ ദാരുണമായ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിരുന്നു. അതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. അതായത് 2015 മുതൽ തുടർച്ചയായി ഇന്ത്യൻ സായുധ സേനയ്ക്ക് നേരെ കശ്മീരിൽ ഏതു വിധത്തിലുള്ള ആക്രമണങ്ങളാണോ ഉണ്ടായത്, ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ ഭീകരവാദ സംഘടനകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ജെയ്ഷെ മുഹമ്മദ് ഇന്നത്തെ ഭീകരവാദ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഉറി ഭീകരാക്രമണവും നടത്തിയത് എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലും ഇന്നത്തെ ഭീകരാക്രമണം ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം വലുതായിരിക്കും. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ഏതെങ്കിലും വിധത്തിൽ പുനരാരംഭിക്കാൻ സാധ്യത ഉണ്ടാകുമായിരുന്ന നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ നീളും. ഒപ്പം കാശ്മീരിന്റെ മണ്ണിലെ ഭീകരർക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ എടുക്കുവാൻ ഇന്ത്യൻ സുരക്ഷാ സേന നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ടാകും. ചുരുക്കത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു രക്തച്ചൊരിച്ചിലാണ് ഇന്ന് കശ്മീരിന്റെ മണ്ണിൽ ഉണ്ടായിരിക്കുന്നത്. ശരി അബ്ദുൾ റഷീദ്, വീണ്ടും KP അഭിലാഷിലേക്ക് പോവുകയാണ്. അഭിലാഷ്, മരണസംഖ്യ ഉയരുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 10 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്നു. ഇവരുടെ നില എങ്ങനെയാണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? മരണസംഖ്യ ഉയരുന്നുണ്ടോ? പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണ്. 10-ലധികം സൈനിക ഉദ്യോഗസ്ഥരുടെ നില അതീവ ഗുരുതരം എന്നാണ് അറിയുന്നത്. അതിനിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത് കുഴിബോംബ് സ്ഫോടനമായിരുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട്. ഇതൊരു കാർ ബോംബ് സ്ഫോടനം എന്ന നിലയിലേക്ക്, അതായത് വാഹനം ഓടിച്ച് ഭീകരർ കയറ്റിയതാണ്. അതായത് സൈനിക വാഹനത്തിന് നേരെ, സൈനിക സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ മറ്റൊരു വാഹനം ഓടിച്ച് കയറ്റി അതിൽ ഉണ്ടായ സ്ഫോടനമാണ് എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. എടുത്തു പറയേണ്ട
പറയേണ്ടത് ഇത് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളല്ല. സൈനിക വക്താക്കളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി വിവരം നൽകുമ്പോൾ മാത്രമായിരിക്കും ഏത് തരത്തിലുള്ള സ്ഫോടനമാണ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആദിൽ അഹമ്മദ് എന്ന വക്കാർ എന്ന ആദിൽ അഹമ്മദ് ആണ് കാർ ഓടിച്ചുകൊണ്ടിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, ഈ കാറിനകത്താണ് ബോംബ് സ്ഥാപിച്ചിരുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളല്ല എന്ന് എടുത്തു പറയുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വാഹനം, അതായത് ഹൈവേയിലൂടെ വാഹനം, സൈനികർ സഞ്ചരിക്കുന്ന വാഹനം, നമുക്കറിയാം പുൽവാമ പോലെയുള്ള ഒരു പ്രദേശം എന്നത് സൈനികരെ പല മേഖലകളിലായി വിന്യസിക്കുന്ന ഒരു പ്രദേശമാണ്. നിരവധി ബറ്റാലിയനുകൾ, CRPFന്റെ പല ബറ്റാലിയനുകളാണ് അവിടെ സുരക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ബറ്റാലിയൻ ഓരോ ഭാഗത്തേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. ഹൈവേയിലൂടെ ഈ ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുമ്പോൾ ആ വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് വാർത്താ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകളാണ്, സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളല്ല. അങ്ങനെ കടന്നു പോകുമ്പോൾ ആ വാഹനത്തിലേക്ക് മറ്റൊരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് വരുന്നു. ആ വാഹനം ഓടിച്ച ആളിന്റെ പേരുൾപ്പെടെയാണ് ഇപ്പോൾ. ശരി അഭിലാഷിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ TP ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ TP ശ്രീനിവാസൻ, വലിയൊരു ഭീകരാക്രമണം, ഉറി ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ കാണുകയാണ് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നതായുള്ള വിവരങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായ ശ്രമമൊക്കെ നടന്നു വരാൻ സാഹചര്യമുണ്ടായിരുന്നെങ്കിൽ അത് ഈ ഒരു ആക്രമണം അതിനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും ഈ പ്രശ്നത്തെ ഉയർത്തിക്കാട്ടുക? ജെയ്ഷെ മുഹമ്മദ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ അതിന്റെ ആരാണ് ചെയ്തതെന്നുള്ളതിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇത് എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ ഇതിവിടെ അപ്രതീക്ഷിതമാണ് ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം വലിയ സമാധാന പ്രക്രിയകളൊന്നും നടത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇന്ത്യയുമായിട്ട് കുറച്ചൊക്കെ സ്നേഹത്തോടുകൂടി പെരുമാറുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ there was a vehicle convoy which was coming and it was there is an explosion, and what is the nature of explosion, how it has happened, what led to this explosion, these are all subject of investigation. So we are going to carry out a professional post blast investigation to understand the circumstances, and at present what IGCRPF said that the number of casualties, the injured, whosoever injured, they have been shifted to the hospital. We are now clearing the site. As and when we get the confirmation of the numbers, we will definitely share. Okay, Mr. Pani, this highway is round the clock, protected by the various security agencies, including Army and the CRPF. How could they get onto the highway? This was actually made free from this attack. No, as I said, this is a subject of investigation. What led to the blast, how the blast happened, these all sequence of events have to be investigated. Then only I'll be able to answer. Thank you, sir. Thank you much. സൈനിക ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദിലേക്ക് പോവുകയാണ്. അബ്ദുൾ റഷീദ്, നമ്മൾക്കറിയാം ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ഇന്ത്യ നടത്തിയതാണ്. ആ വാക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്, സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളത്. വീണ്ടും ഇത്തരത്തിൽ അതിനുശേഷം ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഏത് രീതിയിലുള്ള തിരിച്ചടി നൽകാനാകും സാധ്യത, പ്രത്യേകിച്ചും പാകിസ്ഥാനുമായുള്ള ബന്ധം ഇത്രയും വഷളായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ? കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഒന്നും തന്നെ വെളിപ്പെടുത്താൻ ഇപ്പോൾ സൈനിക വക്താവ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തയ്യാറായില്ല. എല്ലാം അന്വേഷണത്തിന് ശേഷം പറയാമെന്നാണ് സൈനിക വക്താവ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഉറി ഭീകരാക്രമണം ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകുന്നതിലേക്ക് ഇന്ത്യയെ നയിച്ചിരുന്നു. അത് അനിവാര്യമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. അതേപോലെ തന്നെ അതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ ഇന്നത്തെ ഭീകരാക്രമണം എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അല്പം മുമ്പ് നയതന്ത്ര രംഗത്ത് ദീർഘകാല പരിചയമുള്ള ശ്രീനിവാസൻ നമ്മളോട്
സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പുതിയ പാക് ഭരണകൂടം ഇന്ത്യയുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണം എന്ന നിലപാടാണ് ഇമ്രാൻഖാൻ തന്നെ പല തവണ അത് മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇന്ത്യ അതിനോട് പ്രതികരിച്ചിരുന്നില്ല. കാരണം ഭീകരാക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിക്കാതെ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നത് കൊണ്ട് ഫലമില്ല എന്ന നിലപാടിലായിരുന്നു ഇന്ത്യ. എല്ലാ കാലത്തും നമുക്കറിയാം, പാക് ഇന്ത്യ ബന്ധം പരിശോധിച്ചാൽ പാകിസ്ഥാനിലെ ഔദ്യോഗിക ഭരണകൂടം എല്ലാ കാലത്തും ഇന്ത്യയുമായി സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുക്കുകയും എന്നാൽ സൈന്യമോ മറ്റ് ഭീകരശക്തികളോ, സൈന്യം പിന്തുണയ്ക്കുന്ന ഭീകരശക്തികളോ ആ സമയത്ത് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്നതും എല്ലാ കാലത്തും കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ ഇന്ത്യ പാക് ബന്ധം പരിശോധിച്ചാൽ നമുക്കത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇത്തവണയും ഏറെക്കുറെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയുമായുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ്. ഒരടി ഇന്ത്യ മുന്നോട്ട് വെച്ചാൽ ഞങ്ങൾ രണ്ടടി സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് വെക്കും എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. പക്ഷേ ആ പറച്ചിൽ അവസാനിച്ച് 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ ഭീകരമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. 13 സൈനികർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വീണ്ടും കലുഷിതമായ ഒരു തലത്തിലേക്ക് പോകും. തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകണമെന്ന മുറവിളികൾ പല കോണിൽ നിന്നും ഉയരുന്നു. അപ്പോൾ ഭരണകൂടം തീർച്ചയായും ശക്തമായ നിലപാടായിരിക്കും സൈന്യവും ഭരണകൂടവും ഇതിനോട് സ്വീകരിക്കുക. ഏതൊക്കെ തരത്തിലായിരിക്കും അത് പ്രതിഫലിക്കുക എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയുവാൻ കഴിയൂ. ശരി, ഒരിക്കൽ കൂടി KP അഭിലാഷിലേക്ക് പോവുകയാണ്. അഭിലാഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? അമീന സൂചിപ്പിച്ചതുപോലെ സൈനിക വക്താവ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നില്ല. വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ ജമ്മു കാശ്മീരിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. 13 ജവാന്മാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. 40ഓളം പേർ ചികിത്സയിലാണ്, പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിൽ തന്നെ 10 പേരുടെ നില ഗുരുതരമാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. അതേസമയം ഇത് കുഴിബോംബ് സ്ഫോടനമായിരുന്നില്ല, ചാവേർ ആക്രമണമാണ്. ഒരിടവേളയ്ക്ക് ശേഷം ഭീകരാക്രമണം വീണ്ടും ശക്തമാവുകയും ചാവേർ ആക്രമണം നടക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇത് ബോംബ് ഘടിപ്പിച്ച വാഹനവും ഈ സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനത്തിലെ വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ശ്രീനഗറിൽ നിന്നും ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള സൈനിക നീക്കത്തിനിടെ സൈനികരുമായുള്ള വാഹനവ്യൂഹം കടന്നു പോകുന്നതിനിടെ അതിലേക്ക് ഒരു കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. ഈ കാർ ഓടിച്ചുകൊണ്ടിരുന്നത് ആദിൽ അഹമ്മദ് എന്നയാളാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കൃത്യമായ ഒരു ചാവേർ ആക്രമണം, ആസൂത്രിതമായ ആക്രമണം തന്നെയാണ് നടന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനവ്യൂഹത്തിന് നേരെ സൈനികർ കടന്നു പോകുമ്പോൾ വാഹനവ്യൂഹത്തിന് നേരെ ഭീകരർ നിറയൊഴിച്ചതുമായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കാൻ സൈനിക കേന്ദ്രങ്ങൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല. മരണസംഖ്യ സംബന്ധിച്ച ഒരു കൃത്യമായ കണക്കും സൈനിക കേന്ദ്രം പറയുന്നില്ല. ആക്രമണത്തിന്റെ സ്വഭാവം ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചു മാത്രമായിരിക്കും സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെയ്ഷെ മുഹമ്മദ് ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾ തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തിയിരുന്നു എന്ന് മാത്രമല്ല, അത്തരം ചർച്ചകളടക്കം പുരോഗതി പ്രാപിച്ച ഒരു ഘട്ടത്തിലായിരുന്നു ഉറി ഭീകരാക്രമണം. അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാവുകയും ചെയ്തിരുന്നു. പിന്നീട് സമാധാന ചർച്ചകളൊന്നും തന്നെ നടക്കാത്ത പശ്ചാത്തലവും ഉണ്ടായിരുന്നു. എന്നാൽ അതിർത്തി പ്രദേശങ്ങൾ കലുഷിതമാണ് എങ്കിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത്രയധികം ജീവൻ ജവാന്മാർക്ക് ഒറ്റയടി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. പുതുവത്സരത്തിന്റെ തലേദിവസം പോലും അതിർത്തി പ്രദേശങ്ങളിൽ ഭീകരാക്രമണം നടക്കുകയും ഭീകരർ നുഴഞ്ഞു കയറുകയും ഒക്കെ ചെയ്തിരുന്നു. പുൽവാമ ഉൾപ്പെടെ അനന്തപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ അടക്കം തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുകയും ചെയ്തിരുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി വലിയൊരു ആക്രമണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു ആക്രമണം തന്നെയാണ്. രാജ്യത്തെ നടുക്കിക്കൊണ്ടാണ് കശ്മീരിൽ വൻ ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. പുൽവാമ ജില്ലയിലെ അവന്തിപുരയിൽ ഭീകരാക്രമണത്തിൽ 13 CRPF ജവാന്മാർക്കാണ് ജീവൻ നഷ്ടമായത്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായും അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നു. അഭിലാഷും അബ്ദുൾ റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തൊളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതിയായ മുൻ ഇമാം ഷഫീഖ് അൽ ഖാസിമിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാടറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. താൻ നിരപരാധിയാണെന്നും കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ജാമ്യാപേക്ഷയിൽ ഖാസിം പറയുന്നു. CPM പ്രാദേശിക നേതാവായ പള്ളിക്കമ്മിറ്റി പ്രസിഡന്റാണ് പരാതി നൽകിയിരിക്കുന്നത്. താൻ SDPയുടെ യോഗങ്ങളിൽ പ്രസംഗിക്കാറുണ്ട്. ഇതിലുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് പരാതി നൽകിയത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം പീഡിപ്പിച്ചെന്ന് പെൺകുട്ടിയുടെ മൊഴി. പീഡിപ്പിച്ചിട്ടില്ലെന്ന് ആദ്യം മൊഴി നൽകാൻ കാരണം അമ്മയെ ഭയന്നിട്ടാണെന്ന് പെൺകുട്ടി പറഞ്ഞതായും നെടുമങ്ങാട് DYSP പറഞ്ഞു. പെൺകുട്ടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും. സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ച ബന്ധുക്കൾക്കെതിരെയും കേസെടുത്തേക്കും. അതിനിടെ ഇമാമിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി. പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയിൽ പീഡനം തെളിഞ്ഞതിനെ തുടർന്നാണ് ബലാത്സംഗ കുറ്റം ചുമത്തിയത്.
ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡനത്തിനിരയായതായി പെൺകുട്ടി മൊഴി നൽകിയത്. തുടർന്ന് വൈദ്യപരിശോധന നടത്തിയ ഡോക്ടറോടും സമാന മൊഴി പെൺകുട്ടി നൽകി. അമ്മയെ ഭയന്നിട്ടാണ് ആദ്യം പുറത്തു പറയാത്തത്. പെൺകുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ്. വിദേശത്തുള്ള പെൺകുട്ടിയുടെ പിതാവ് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹത്തിനൊപ്പമേ പെൺകുട്ടിയെ വിട്ടു നൽകൂ. പെൺകുട്ടിയുടെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമേ പ്രതി ഷഫീഖ് അൽ ഖാസിമിയുടെ അറസ്റ്റ് ഉണ്ടാകൂ. പ്രതിക്ക് ഞങ്ങൾ പിടിക്കാം, അതിലൊരു സംശയമൊന്നുമില്ല. ശരിയാവുന്ന എവിഡൻസ് വേണം, അതുകൂടാതെ ആളൊക്കെ കിട്ടണം. സോ അത് ചില സമയത്ത് പെട്ടെന്ന് കിട്ടും. സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കളടക്കം കേസിൽ പ്രതിയായേക്കുമെന്നും പോലീസ് സൂചന നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിസന്ധിയിലായ വ്യവസായ സ്ഥാപനങ്ങളെ സഹായിക്കാൻ വ്യവസായ ബാങ്ക് രൂപീകരിക്കുമെന്ന് മന്ത്രി പി ജയരാജൻ. തകർന്നുകിടക്കുന്ന സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിന് പലിശരഹിത വായ്പ നൽകും. നോക്കുകൂലിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കഞ്ചിക്കോട് വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ന്യൂസ് 18 കേരളയും കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറവും സംയുക്തമായി സംഘടിപ്പിച്ച വ്യവസായ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ വ്യവസായ സംസ്കാരം വളർത്തിയെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കിയ മന്ത്രി പി ജയരാജൻ വ്യവസായികളെ സഹായിക്കാൻ വ്യവസായ ബാങ്ക് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഒരു കാര്യം, വ്യവസായങ്ങൾ സുഖകരമായി നടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകും. സ്ഥാപനങ്ങൾ പൂട്ടുകയല്ല, പ്രവർത്തിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ആധുനിക കാലഘട്ടത്തിലെ ട്രേഡ് യൂണിയനുകളും ഒത്തൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു പുതിയ സംസ്കാരം ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതല്ല, തുറന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വ്യവസായ പാർക്കുകൾ നവീകരിക്കും. പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളിൽ പുതിയ പദ്ധതികൾക്ക് അനുമതി നൽകും. നോക്കുകൂലി വാങ്ങുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ, ഇൻഡസ്ട്രിയൽ പാർക്കിൽ എവിടെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എല്ലാ കൂടിയും കൊണ്ട് വന്നില്ലേ നോക്കുകൂലിക്ക്? ഞങ്ങൾ പതറിയിട്ടുണ്ടോ? ഈ കേരളം നിക്ഷേപ സൗഹൃദമാക്കണം, ഒട്ടനവധി വ്യവസായങ്ങൾ ഉണ്ടാകണം, അതിലൂടെ കേരളം അഭിവൃദ്ധിപ്പെടണം. ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കാൻ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഫോക്കസ് ഓൺ ലേബർ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അപ്പു, BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട്ടെ വിവിധ വ്യവസായ സംഘടനാ പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുത്തു. ന്യൂസ് 18 കേരള എഡിറ്റർ രാജീവ് ദേവരാജ് ആമുഖ പ്രസംഗം നടത്തി. ന്യൂസ് 18 പാലക്കാട്.